അപ്പോൾ ഇന്ന് എൻ്റെ പുതിയൊരു ചെറിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചെറുതായിട്ട് വ്ളോഗ് ചെയ്യാൻ പോവുകയാണ്. അതായത് ടാങ്ക് എടുത്തുകൊണ്ട് വെച്ചിട്ട് വെള്ളം അടിക്കാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പൈപ്പിൽ നിന്ന് എടുക്കേണ്ട കലത്തിലോട്ട് ഡയറക്റ്റായിട്ട് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. തായിരിക്കുന്ന ടാങ്ക് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ അതിൽ ഇന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ട് അത് വെച്ചിട്ട് അതിൽ വെള്ളം വരെ വിത്താൻ പോവുകയാണ്. ഇന്ന് അതാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ടാങ്ക് എടുക്കാൻ പോകണം. ചെറുപ്പേട്ടെ ടാങ്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇന്ന് വെള്ളം കാണും അല്ല കറണ്ട് കാണുമോ എന്നുള്ള ഒരു സംശയമാണ്. ഇപ്പോൾ കറണ്ടുണ്ട്. ഇന്ന് 9 മണി തൊട്ട് 5 മണി വരെ കറണ്ട് കാണില്ലെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടിരിക്കുന്നുണ്ട്. ഇത് അവിടെ ഒരു പട്ടിയാണ് നിൽക്കുന്നത്. ഒരു കല്ലെടുത്ത് എൻ്റെ മണ്ടയ്ക്കിട്ട് കയറി കൊടുക്കാം. അങ്ങനെ ഒരു പട്ടിയാണ് ഞാൻ നിരത്തി വിട്ടിരിക്കുന്നത്. അയ്യോ, രാവിലെ തന്നെ ടാങ്ക് എടുത്ത് വെച്ചിട്ട് വേറെ പരിപാടിയുണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് ടാങ്ക് എടുക്കണം. അവിടെ ആളില്ലെന്ന്. നേരത്തെ ഇവിടെ തന്നെ ഇരുന്ന ടാങ്കാണ്. നേരത്തെ അതിനെ ചെറുതായിട്ട് താഴെ എടുത്തുകൊണ്ട് വെച്ചായിരുന്നു. ഇനി അതിനെ അവിടെ നിന്ന് തിരിച്ചെടുക്കാനാണ് പോകുന്നത്. ആരിൻ്റെ ഒരു ചെരുപ്പിനെയാണ് ഇറമ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ചെരുപ്പ് അയ്യേ, എൻ്റെ മൂട് മാത്രമേ ഉള്ളൂ, മണ്ടയില്ല. ഞാൻ വിചാരിച്ച് മൊത്തത്തിലുള്ള ചെരുപ്പാണെന്ന്. അങ്ങനെ ഈ വീട്ടിൽ കറണ്ട് ഇല്ലാതായിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഒരു കുരങ്ങൻ വന്ന് ഒരു പറ്റം എവിടെയാണ് കുരങ്ങൻ വന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒന്നും കാണാത്തത് കഴിഞ്ഞ ആഴ്ച ഒരു വട്ടം കുരങ്ങൻ വന്നിട്ട് ആ കറണ്ട് കമ്പീനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ വന്ന കമ്പീനെ വലിച്ചു പൊട്ടിച്ച് അത് കത്തിപ്പോയി കിടക്കുകയാണ്. കറണ്ട് കാരനെ വിളിച്ച് പറഞ്ഞെന്നാണ് തോന്നുന്നത്. അത് പോട്ടെ, എൻ്റെ വിഷയം അതല്ല. ടാങ്ക് എടുക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെൻ്റെ ബാലൻസ് ഹോസ്. ഇവിടെയാണ് ടാങ്ക് നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്നത്, കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത്തിരി വെള്ളം ഉണ്ടെന്ന് അതിന്. അതിനകത്ത് മീനൊക്കെ കിടക്കുന്നത്. ഇതിൻ്റെ അകത്തായിട്ട് മീൻ പിടിച്ചിട്ട് ഇനി കഴിവണമല്ലോ. നോക്കതിനകത്ത് ചോറൊക്കെ വാരിയിട്ട് ഒരു മീൻ ചത്ത് കിടക്കണം. എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കണം എന്താ. ഇനി ഈ ടാങ്കിനെയാണ് നമ്മളിവിടെ നിർത്തുകൊണ്ട് പോകുന്നത്. 250 ഇല്ലേ, നോക്കട്ടെ എത്ര ലിറ്ററിൻ്റെ അത്. 250 ആണ് എൻ്റെ ഒരു അവിടെയാണ്. എത്രയാണ്? 250 താഴെ. അവിടെയാണ് 250 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഞാൻ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമെന്നാണ്. മണ്ടയ്ക്ക് തലയിൽ കയറിയാൽ കൊണ്ടുപോകാം. നോക്കട്ടെ. ഇനി ഇതിനാദ്യം മറ്റേ എൻ്റെ കെട്ടയച്ചാണ്. എന്ത് കോയ് പട്ടേ കോയിനെ ഓട്ടിച്ചതാ. കുഞ്ഞ് അങ്ങനെ ഒരു കോയിനെ ഒരു ദാരുണവും ഒരു ദയയും ദാക്ഷണ്യവും ഇല്ലാതെ ഓട്ടിച്ചിരിക്കുകയാണ്. ചുമ്മാ പിടിക്കാനല്ല, അവിടെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നു. ഈ സാധനത്തിന് ഊരിക്കളഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളമുണ്ട്. അതിനെ ഊറ്റിക്കളയണം. ഫ്രഷ്. ഇനിയിപ്പോൾ ടാങ്കിനെ ഒന്ന് ഇങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് എല്ലാം എടുത്ത് കൊണ്ടുപോകാൻ കണക്കെ ഒന്ന് സെറ്റാക്കണം. അവർ ഇതിനകത്ത് പിടിച്ചിട്ട് വളർത്തിയൊരു മീനാണ്. വെള്ളത്തിലിവിടെ ടാങ്കിനകത്തിട്ട് നൈസായിട്ട് വളർത്തിയ മീനാണ്. അതിനെ പിടിച്ച് ഇതിലൂടെ ഇനി അവിടെ നിന്ന് ടാങ്ക് എടുക്കണം. മറ്റേ വീഡിയോ പിടിച്ചോണ്ടിരിക്കാൻ
ഇതെടുത്ത് വെച്ചാണ് സ്മാർട്ട്. ഇവിടുത്തെ പിടി അങ്ങനെ എങ്ങനെ നോക്കിയിട്ട് നടക്കുന്നില്ല സുഹൃത്തുക്കൾ. എന്തായാലും ഞാൻ പിടിച്ച് കയറ്റുകയും ചെയ്യും, അങ്ങ് കൊണ്ട് പോവുകയും ചെയ്യും. ആറും അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഇതിനെ പിടിച്ച് മണ്ടയ്ക്കകത്തിരിക്കുകയാണ്. 750 ലിറ്ററിൻ്റെ ടാങ്ക് ആണെങ്കിലും വലിയ വെയിറ്റ് ഇല്ല, കൊണ്ട് ഇരിക്കാനുള്ളൊരു സൗകര്യക്കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനെ കൊണ്ടുപോകണം. ഇതും കൊണ്ട് ഞാൻ അങ്ങനെ പോവുകയാണ്. അതെല്ലാം കൊണ്ടൊക്കെ അതുണ്ടായി കൊണ്ട് പോകാൻ കുറേ ചോട്ട് ആദ്യം കട്ട് ചെയ്തോ. മൂട് പിടിച്ചാൽ മൂട് കൂട്ടി പിടിച്ചാൽ മതി. അങ്ങനെ ഞാനിതിൽ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇത് റബ്ബിയും ചെയ്യുന്നുണ്ട്, കണ്ടില്ല. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് നമ്മളതിനെ ചെമന്തി ഇവിടെ കൊണ്ടായി സക്സസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി കൈവണം, അകവും പിറവും മൊത്തം കൈവണം. അപ്പോൾ കൈവുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. ഈടാ കയ്യൊക്കെ ഇരിക്കുന്ന കോലം. അങ്ങനെ ടാങ്കിയെ വെള്ളം അടിച്ച് കൈവാൻ പോയാൽ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പുറം കൈവണം അകം കൈവണം. അവിടെ ഒരു മുട്ടിയാ ഞാനറിയണം. ആദ്യം പുറമെ വെള്ളം എല്ലാം കൈവണം. അയ്യോ കറണ്ട് പോയി മുഞ്ചി പോയല്ല, എന്തൊരു വെള്ളമായിരുന്നു. അങ്ങനെ കറണ്ട് പോയിരിക്കുകയാണ്. ഇനിയിപ്പം നോക്കണ്ട. KCB പറഞ്ഞത് ശരിയാണെങ്കിൽ പിടിച്ചാൽ അങ്ങനെ കറണ്ട് പോയി. ഉള്ളോട്ട് KCB പറഞ്ഞത് ശരിയാണെങ്കിൽ ഇന്നിപ്പോൾ കറണ്ട് വരുമല്ലോ, വൈകിട്ട് നോക്കിയാൽ മതി. ഇനി അടുത്ത സമയത്തോട്ടം കറണ്ട് വരെയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി കൈവാം. ഇനിയിപ്പോൾ കറണ്ട് വന്നാലേ നടക്കുള്ളൂ, വെള്ളമില്ല. അപ്പോൾ ഞാൻ ഇനി കറണ്ട് വന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിടിക്കണേ. ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ച വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ പുറത്തത്തെ മണ്ണൊക്കെ കഴുകിക്കളയാം. ഇതിൻ്റെ പുറവും അകവും കൈവണം, പുറവും കൈവണം. പുറത്ത് നല്ല മണ്ണായതുകൊണ്ട് ഇപ്പോൾ ഉള്ള വെള്ളം കൊണ്ട് പുറത്തത് കഴുകിക്കളയാം. ബാക്കി കൈവാൻ വേണ്ടി ഇന്ന് കറണ്ട് വന്നാലേ അല്ലേ നടക്കുള്ളൂ. അപ്പോൾ ഇനി മിക്കവാറും ഉച്ചയ്ക്ക് മറ്റും കറണ്ട് വരെയാണെങ്കിൽ ബാക്കി ചെയ്യാം. ഇനി അതല്ല എങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്ത സമയത്താണ് കറണ്ട് വന്നതെങ്കിൽ ഇനി അടുത്ത് കാണുന്നത് അടുത്ത സംഭവം എല്ലാം കയ്യിൽ സെറ്റാക്കി വെള്ളം ടാങ്കെടുത്ത് വെച്ചതിന് ശേഷമായിരിക്കും ഇനി കാണുന്നത്. മറ്റേ കറണ്ട് വരുമ്പോൾ അല്ലേ ഇരിക്കും. കറണ്ട് വരികയാണെങ്കിൽ ഈ ഫ്ലോയെ വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എല്ലാം തേച്ച് കയ്യിൽ കളഞ്ഞ് എന്തായാലും ബാക്കി കറണ്ട് ഇനിയിപ്പോൾ കറണ്ട് വന്നിട്ട് കാര്യം നടക്കുള്ളൂ. ഇനി വന്നാണ് ഇത് കാണില്ലേ, കണ്ട 250 ലിറ്ററിൻ്റെ ടാങ്ക്. ഇത് മൊത്തം മണ്ണാണ്. ഇതൊന്നും പച്ച വീട്ടിൽ എണ്ണം കാണണ്ട. എണ്ണം കാണാതിരുന്നാൽ കൊള്ളാം. കണ്ട 250 ലിറ്റർ ടാങ്കിനാണ് ഒരു ദൈവം ദാക്ഷനും ഇല്ലാത്ത താഴെ എടുത്തോണ്ട് വന്നത്. ഇത് കണ്ട താഴെ കൊണ്ട് വെച്ചിട്ട് ആ മണ്ണ് തന്നെയാണ് തുപ്പി കുളമാക്കിയതാണ്. മുറുക്കി ചുളുക്കി തുപ്പി ഇങ്ങനെ ആക്കിയതാണ്.
നല്ല വേലയാണ് ഇന്ന് ഇളകി പോകണമെങ്കിൽ. ഇതിനൊക്കെ ഇവർ അകത്തന്തിരൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇത് ഉരച്ച് കഴിവണം എങ്കിലേ സാധനം പോവുള്ളൂ. തേട് കൃഷ്ണേശണ്ണ അങ്ങനത്തെ കണ്ടാ തീർന്ന്. അങ്ങനെ വൈകുന്നേരമായി കറണ്ട് വന്നപ്പോൾ അന്ന് പിന്നെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസമാണ് ഇനി കാണാൻ പോകുന്നതൊക്കെ. അങ്ങനെ 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 അകത്തിരിക്കുന്നതാണ്. കാണാമോ ഇതിന് കൊല്ലാ മീൻ പിടിച്ചിട്ട് ഭയങ്കര നല്ല. അതിൽ നിന്ന് ലേശം ഹെൽത്തി ഫാമിലി. അങ്ങനെ ടാങ്ക് കൈവൽ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അകത്തിറങ്ങട്ടെ. അയ്യോ, ആഹാ, അകം മൊത്തം വിശാലത. പിന്നെ നല്ല പോലെ എല്ലാം കഴുകി വാരി കളയണം. കഴുകി അയ്യോ. ഓക്കെ, കിള്ളമാക്കണം. പുറഞ്ഞ ഇന്നലെ കൈ വെച്ചായിരുന്നു. കൈവി എത്ര ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കൈവിയുണ്ട്. അത് പോകൂല. ഓക്കെ, കണക്ട് ചെയ്ത് ഇടിഞ്ഞ് പോകൂലെന്നാണ് തോന്നുന്നത്. ഇതിനൂടെ കെട്ടി. അയ്യോ, തെങ്ങനല്ലേ തിരിഞ്ഞാട്ടോ അല്ലേ. ആ, തിരിഞ്ഞു. ഇതിനൂടെ കെട്ടണം. ഇതിനൂടെ കെട്ടി വെച്ചാണ് തനി കുണം പുറത്തിയാടുക. അവിടെ പോയല്ലോ. അങ്ങനെ ടാങ്കൊക്കെ എടുത്ത് വെച്ച് പൈപ്പെല്ലാം ഇട്ട് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കൂടെ അടിച്ചാൽ മതി. ഇനി അതിനാണ് ഞാൻ പോകാൻ പോകുന്നത്. നേരത്തെ ഇങ്ങനെ തന്നെയാണ് ഇരുന്നത്. ഇത് കെട്ടുമ്പോൾ ഇതിവിടെ ചെറുക്കിയ തുണി ഉണ്ടായിരുന്നല്ലോ, എന്നെ കാണണം. അല്ലെങ്കിൽ അതെടുത്ത് വെക്കണം. കൈ വെച്ചോ. എന്നാ പിടിച്ച വെള്ളം അടിക്കാൻ പോവുകയാണ്. ആരില്ല മോട്ടർ ഇട്ടാണ്. ഇപ്പുറത്ത് ആദ്യം എൻ്റെ പുറമെ ഒന്ന് കഴുകി കളയട്ടെ. ഞാൻ വെള്ളം അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ എടുത്താണ്. അപ്പോൾ ഈ വെള്ളം അങ്ങനെ തന്നെ മേലെ തട്ടാപ്പറ്റ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അരട്ടാങ്കായി ഇനി അടപ്പുണ്ട്. അടയ്ക്കുമ്പോൾ വെള്ളം കയറി തീർന്നിട്ട് അടയ്ക്കണം. എല്ലാം സെറ്റ്. ശുഭം എന്ന് എഴുതി കാണിക്കാം. അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ നൈസായിട്ട് വന്നിട്ട് മനോഹാരിതം കാണിച്ച് ഇപ്പോൾ ഏതെക്കാലം വരുമല്ലോ. അപ്പം അങ്ങനെ അവസാനം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ടാങ്ക് എടുത്തുകൊണ്ട് വെച്ചിട്ട് അതിൽ വെള്ളം അടിച്ച് നിറച്ചിരിക്കുകയാണ്. ഇന്നലെ ടാങ്ക് എടുത്തുകൊണ്ട് വെച്ചിട്ട് കൈവാൻ നോക്കിയപ്പോൾ കറണ്ടില്ല. പിന്നെ വൈകുന്നേരമായി 5:05 കറണ്ട് വന്നപ്പോൾ അപ്പോൾ ഇതിൻ്റെ വെള്ളം അത് കൈവാൻ വേണ്ടി ഇന്ന് രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാം സെറ്റ്. ശുഭം.